നമസ്കാരം. മാർച്ച് 15 വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം അന്നാണ് മീനം 1 ആരംഭിക്കുന്നത്. പുതിയ മാസം ആരംഭിക്കുകയാണ്. മീനമാസവുമായി ബന്ധപ്പെട്ട് തന്നെ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. മാർച്ച് 14 മുതൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ രൂപം കൊള്ളുന്നതാണ്. രാജയോഗം രൂപം കൊള്ളുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങൾ അനുസരിച്ചാണ് രാജയോഗം ചില രാശിക്കാരിൽ രൂപം കൊള്ളുക. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് രാജയോഗത്താൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ വഴിത്തിരിവുകൾ ജീവിതത്തിൽ പല അവസരങ്ങളിലും കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സൗഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ്. രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു മാസമായി തന്നെ മീനമാസം മാറുന്നതാണ്. ഗജകേസരി യോഗം തന്നെയാണ് ഇവർക്ക് രൂപം കൊള്ളുക. ഗജകേസരി യോഗത്താൽ മിഥുനം രാശിക്കാരിൽ പ്രതീക്ഷിക്കാത്തതായ പല വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരും. സൗഭാഗ്യങ്ങൾ ഇവരിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ കടന്നുവരും. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത്തരം പ്രാരാബ്ധങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ തിരികെ കൊണ്ടുവരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക. സന്തോഷം, സമാധാനം നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പേരെടുക്കുവാനുള്ള അവസരങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പേരെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അംഗീകാരങ്ങൾ പോലും തേടിയെത്താം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആ പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു മാസമായി തന്നെ മീനമാസം നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു മാസമായി തന്നെ മീനമാസത്തെ പരാമർശിക്കുവാൻ സാധിക്കും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ജീവിതത്തിൽ പല വിധത്തിലും സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സൽസ്വഭാവം നിങ്ങൾക്ക് നിലനിർത്തുവാൻ ശ്രമിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത് പലവിധ നേട്ടങ്ങൾക്കും കാരണമായി തീരും. കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് നേട്ടങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബ പ്രശ്നങ്ങൾ പലതും ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അതിൽ പലതും പരിഹരിക്കപ്പെടുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമായി തന്നെ മാറാം. മനസ്സിന് പല വിധത്തിലും വിഷമങ്ങൾ തോന്നുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന മാസമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് തോന്നില്ല. പലവിധ തടസ്സങ്ങളാലും അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. തൊഴിൽ രംഗത്ത് നേരിട്ടുകൊണ്ടിരുന്ന പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും അകലും. സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് കടന്നു വരിക.
പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഭാഗ്യം തുണയ്ക്കുകയും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന സമയമാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാർക്ക് നേട്ടങ്ങൾ അനവധിയായിരിക്കും. കഷ്ടതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് അകലുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. പല കാര്യങ്ങളും കാര്യക്ഷമതയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസിക വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യമാണ് കടന്നു വരിക. വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിയായ സമയത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. മനസ്സിന് ശരി എന്ന് തോന്നുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ജോലി ലഭിക്കുവാനുള്ള യോഗം, അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പലവിധ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. മീനമാസം ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വർദ്ധിക്കാം. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, അവസാന മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനമാസം അനുകൂലമായിരിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കഷ്ടപ്പാടുകൾ അകലുന്നതാണ്. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അവസരം കണ്ടെത്തും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. ബിസിനസ് പരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു. സാമ്പത്തിക പുരോഗതി ജീവിതത്തിൽ വന്ന് ചേരുന്നതായ സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. കുടുംബത്തോടൊപ്പം പല വിധത്തിലും അനുകൂലമായ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കും. ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.